89 കമ്മിറ്റിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ തന്നെ എം പ്രകാശൻ മാസ്റ്റർ കണ്ണൂരിൽ നിന്ന്, വി കെ സനോജ് കണ്ണൂരിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്നു, വി വസീഫ് കോഴിക്കോട് നിന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്നു, കെ ശാന്തകുമാരി പാലക്കാട്ട് നിന്ന്, ആർ ബിന്ദു തൃശ്ശൂരിൽ നിന്ന്, എം അനിൽകുമാർ എറണാകുളത്ത് നിന്ന്, കെ പ്രസാദ് ആലപ്പുഴയിൽ നിന്ന്, പി ആർ രഘുനാഥ് കോട്ടയത്ത് നിന്ന്, എസ് ജയമോഹൻ കൊല്ലത്ത് നിന്ന്, ഡി കെ മുരളി തിരുവനന്തപുരത്ത് നിന്ന്. ഏതാണ്ട് മുഴുവൻ പേരുകളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. 89 അംഗ കമ്മിറ്റിയാണ് നിലവിൽ. നേരത്തെ അത് 87 ആയിരുന്നു. 2 അംഗസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. 89 അംഗ സംസ്ഥാന സമിതിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പുതുമുഖങ്ങളിൽ 2 പേർ വനിതകളാണ്. ജോൺ ബ്രിട്ടാസിനെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലിസ്റ്റ് പുറത്തു വരുന്ന സമയത്ത് അതിലെ 1-ാം പേരുകാരനായി പിണറായി വിജയൻ, 2-ാം പേരുകാരനായി എം വി ഗോവിന്ദൻ, 3-ാം പേരുകാരനായി ഇ പി ജയരാജൻ്റെ പേരാണ് ഇടം പിടിക്കുന്നത്. ഇ പി ജയരാജന് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇളവ് നൽകിയിരിക്കുന്നു. ടി എം തോമസ് ഐസക്, കെ കെ ശൈലജ, എളമരം കരീം എന്നിവർ പട്ടികയിൽ ഇടം പിടിക്കുന്നു. ടി പി രാമകൃഷ്ണനും ഇളവ് നൽകിയിരിക്കുന്നു. കെ എൻ ബാലഗോപാൽ, പി രാജീവ്, കെ രാധാകൃഷ്ണൻ, സി എസ് സുജാത, പി സതീദേവി, പി കെ ബിജു, എം സ്വരാജ്, പി എ മുഹമ്മദ് റിയാസ്, കെ കെ ജയചന്ദ്രൻ, വി എൻ വാസവൻ, സജി ചെറിയാൻ, പുത്തലത്ത് ദിനേശൻ, കെ പി സതീഷ് ചന്ദ്രൻ, സി എച്ച് കുഞ്ഞമ്പു, എം വി ജയരാജൻ, അങ്ങനെ നീളുന്നു ആ പട്ടിക.